Hello, good morning all. Today we are dealing with some of the important topics of our module 1. ഇന്ന് module 1-ലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. കഴിഞ്ഞ ക്ലാസ്സിലെ 2 ലെസൺസ് ഓക്കെ. ബട്ട് ഇന്നത്തെ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഏരിയ ആണ് കേട്ടോ. സോ നമ്മളിനി DC സർക്യൂട്ട്സിലേക്ക്, കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്, എന്താ ഇലക്ട്രിക് സർക്യൂട്ട്, പിന്നെ ടേംസ് പഠിച്ചു ലെസൺ 1-ൽ. ലെസൺ 2-ൽ എന്താ പഠിച്ചത്, കമ്പോണൻസ്, എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, ആക്റ്റീവ് എലമെൻറ്റ്സ്, പാസീവ് എലമെൻറ്റ്സ്, അതിൻ്റെ കോൺഫിഗറേഷൻസ് അല്ലെ ക്ലാസിഫിക്കേഷൻസ് ആണ് പഠിച്ചത്. ഇനി നമ്മൾ വി ആർ മൂവിങ് ഓൺ ടു DC സർക്യൂട്ട്. അപ്പോൾ DC സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വാട്ട് ഈസ് എ DC സർക്യൂട്ട്? ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് പാത്ത് ഫോളോഡ് ബൈ ദ ഡയറക്റ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ക്ലോസ്ഡ് പാത്തിനെ നമ്മൾ DC സർക്യൂട്ട് എന്ന് പറയും ഇല്ലേ. അപ്പോൾ എന്താ വേണ്ടത്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നാണ്. വാട്ട് ആർ ദ മിനിമം കണ്ടീഷൻസ് റിക്വയർഡ് ഫോർ ദ കറണ്ട് ഫ്ലോ? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ദർ ഷുഡ് ബി എൻ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഫോർ ദ ഫ്ലോ ഓഫ് കറണ്ട് ഇല്ലേ. ആദ്യം ഒരു EMF വേണ്ടേ, കറണ്ടിനെ ഡ്രൈവ് ചെയ്യിക്കാൻ ഒരു ഫോഴ്സ് വേണം, ഡ്രൈവിംഗ് ഫോഴ്സ് വേണം. രണ്ടാമത് ഈ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്ലോസ്ഡ് പാത്ത് വേണം. അപ്പം ഇത്രയും കാര്യങ്ങൾ കൂടുന്ന ഡയറക്റ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന പാത്തിനെയാണ് DC സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു DC സർക്യൂട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? എ DC സർക്യൂട്ട് മസ്റ്റ് കൺസിസ്റ്റ് ഓഫ് എ സോഴ്സ്, എ ലോഡ് ആൻഡ് എ കണ്ടക്ടർ ടു കണക്ട് ഇറ്റ് ബിറ്റ്വീൻ സോ ആസ് ടു ഫോം എ ക്ലോസ്ഡ് സർക്യൂട്ട്. ഒരു ക്ലോസ്ഡ് പാത്ത് ഫോം ചെയ്യാൻ വേണ്ടി ഈ സോഴ്സിനെയും ലോഡിനെയും കണക്ട് ചെയ്യിക്കാൻ വേണ്ടി കണ്ടക്ടേഴ്സും ആവശ്യമുണ്ട്. ഓക്കെ, ഇനി DC സർക്യൂട്ട്സിനകത്ത് എല്ലാ കാര്യങ്ങളും മെയിനായിട്ട് 2 ലോസ് വെച്ചിട്ടാണ് ഫോളോ ചെയ്യുന്നത്. അതിൽ DC എപ്പോഴും ലീനിയർ സർക്യൂട്ടാണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താ, കൂടുകയാണ്, പാരാമീറ്റേഴ്സ് ഒരുപോലെ കൂടുക ഒരുപോലെ കുറയുകയും ചെയ്യണം ലീനിയർ സർക്യൂട്ടിന് കേട്ടോ. അപ്പം ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓംസ് ലോ. വാട്ട് ഈസ് ഓംസ് ലോ? Ohm's law states that at a constant temperature, the ratio of the potential difference between the ends of the conductor to the current flowing between them is a constant. അതായത് ഓംസ് ലോ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒരേ ഫിസിക്കൽ കണ്ടീഷനിൽ വെക്കുന്ന കണ്ടക്ടർ ആണെങ്കിൽ ആ കണ്ടക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജും കണ്ടക്ടറിൻ്റെ അകത്തൂടെ പോകുന്ന കറണ്ടും തമ്മിലുള്ള ഒരു റേഷ്യോ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ എന്താ, ഫിസിക്കൽ കണ്ടീഷൻസ് സെയിം ആയിരിക്കണം, എടുക്കുന്ന സമയത്തെ ടെമ്പറേച്ചറൊക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതല്ലേ വാട്ട് ഈസ് ആൻ ഓംസ് ലോ എന്ന്. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷനിൽ എഴുതി കഴിയുമ്പോൾ എങ്ങനെയാണ് വരിക, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വോൾട്ടേജ്. സോ വി ആൻഡ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ എന്ന് പറഞ്ഞാൽ കറണ്ട് I അല്ലേ. അപ്പോൾ റേഷ്യോ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ V/I ഈസ് എ കോൺസ്റ്റൻറ്റ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റെസിസ്റ്റൻസ് എന്ന് വിളിക്കുക അല്ലേ. സോ മാത്തമാറ്റിക്കൽ ഫോമിൽ എഴുതുകയാണെങ്കിൽ V/I ഈസ് എ കോൺസ്റ്റൻറ്റ് ഓർ V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I or we can replace it with the equality constant, that is proportionality constant, that is resistance R. V is equal to IR എന്ന് നമുക്ക് പറയാം. ഇനി ഒരു കാര്യങ്ങളിലൂടെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് എന്താ, കറണ്ടും കൂടണം എന്നാണ് ഈ പറയുന്നത് അല്ലേ. എന്നാലല്ലേ റെസിസ്റ്റൻസ് സെയിം ആവത്തുള്ളൂ, സ്ലോപ്പ് സെയിം ആവത്തുള്ളൂ. സോ ഇഫ് ഐ എം പ്ലോട്ടിംഗ് ദാറ്റ് ഗ്രാഫ് ദെൻ യു ക്യാൻ സീ ദാറ്റ്, കണ്ടോ വോൾട്ടേജ് വന്നിരിക്കുന്നത് കണ്ടോ, വോൾട്ടേജ് ഇൻ ദ എക്സ് ആക്സിസ് ആൻഡ് എന്താ വോൾട്ടേജ് ഇൻ ദ വൈ ആക്സിസ് ആൻഡ് വോൾട്ടേജ് ഇൻ ദ വൈ ആക്സിസ് ആൻഡ് കറണ്ട് ഇൻ ദ എക്സ് ആക്സിസ്. കണ്ടോ, അപ്പോൾ എന്താ, ഈ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് കറണ്ട് കൂടണമെങ്കിൽ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഓക്കെ, സോ ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഓംസ് ലോ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു ലീനിയർ സർക്യൂട്ട്. ലീനിയർ ആയിട്ടുള്ള സർക്യൂട്ട്സിനെ പറ്റത്തുള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ ഓംസ് ലോ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇത് വെച്ചിട്ടുള്ള സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് വേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്താ, വി നീഡ് കിർച്ചോഫ്സ് ലോ. ഓക്കെ, കിർച്ചോഫ്സ് ലോ ആണ് നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം എന്നാന്ന് വെച്ചാൽ നോക്കിക്കേ, കണ്ടോ, ദീസ് ആർ ദ പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. കണ്ടോ, July 18, December 18, January 17, December 18,
മെയ് 19 ഡിസംബർ 19 കേട്ടോ. ഇത് ഒരേ വർഷത്തെ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ സപ്ലിമെൻ്ററി 2 ചാൻസ് കൊടുത്താൽ. അപ്പോൾ ഇതെല്ലാത്തിലും ഈ കിർച്ചോഫ്സ് ലോ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ കിർച്ചോഫ്സ് ലോ എല്ലാം 4 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പം ദിസ് പോർഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ യൂണിവേഴ്സിറ്റി എക്സാം. സോ വാട്ട് ഈസ് എ കിർച്ചോഫ്സ് ലോ? കിർച്ചോഫ്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി 2 ലോസ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് വൺ ഈസ് എ കിർച്ചോഫ്സ് കറണ്ട് ലോ ആൻഡ് സെക്കൻഡ് വൺ ഈസ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. ഓക്കെ, സോ ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും സാരമില്ല, നമുക്കൊന്നുകൂടെ പഠിക്കാം. കിർച്ചോഫ്സ് കറണ്ട് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കിർച്ചോഫ്സ് കറണ്ട് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജംഗ്ഷനിൽ വരുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സമ്മ് 0 ആയിരിക്കും. ഓക്കെ, കറണ്ട് എങ്ങും അവിടെ തങ്ങി നിൽക്കില്ലല്ലോ ഒരു ജംഗ്ഷനിൽ. അപ്പോൾ വന്നു കയറുന്ന കറണ്ട് ഇറങ്ങിപ്പോയല്ലേ പറ്റത്തുള്ളൂ ഒരു ജംഗ്ഷനിൽ കൂടെ. സോ ദ സം ഓഫ് ദ ഇൻകമിങ് കറണ്ട് ഷുഡ് ബി ഈക്വൽ ടു ദ ഔട്ട് ഗോയിങ് കറണ്ട്സ്. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞത്. പക്ഷെ നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ എഴുതിയാൽ പറ്റില്ല. വി ഹാവ് ടു സ്റ്റേറ്റ് ദ കിർച്ചോഫ്സ് കറണ്ട് ലോ. കിർച്ചോഫ്സ് കറണ്ട് ലോ സ്റ്റേറ്റ് ചെയ്യുക തന്നെ വേണം. അപ്പോൾ എങ്ങനെയാ? കിർച്ചോഫ്സ് കറണ്ട് ലോ states that at any junction in an electric circuit, the total current flowing towards the junction is equal to the total current flowing away from the junction. ഇല്ലേ? അതായത് ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടും ഇറങ്ങിപ്പോകുന്ന കറണ്ടും ഈക്വൽ ആയിരിക്കും. വരുന്ന കറണ്ടിൻ്റെ അത്രയും തന്നെ ഇറങ്ങിപ്പോകേണ്ടി വരും. അപ്പം അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷനിൽ എഴുതുവാണേലോ സിഗ്മ ഐ ഷുഡ് ബി ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ സിഗ്മ ഐ ഈക്വൽ ടു 0. ഇതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നതെന്ന് വെച്ചാൽ അകത്തേക്ക് ഇപ്പം നമ്മൾ അകത്തേക്ക് വരുന്ന കറണ്ട് പ്ലസ് പുറത്തേക്ക് പോകുന്ന കറണ്ട് 0 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അകത്തേക്ക് വരുന്ന കറണ്ടിനെ വി വിൽ ടേക്ക് ഇറ്റ് ആസ് പോസിറ്റീവ്. അതാണ് അസംഷൻ എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത്. കണ്ടോ, അസംഷനിൽ ഇൻകമിങ് കറണ്ട് ഈസ് പോസിറ്റീവ് ആൻഡ് ഔട്ട് ഗോയിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവായിട്ട് അപ്പോൾ എടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനൊരു സർക്യൂട്ട് കാണിക്കട്ടെ. അതിനകത്ത് കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്താലോ? നോക്കിയേ, ഐ ഹാവ് എ സർക്യൂട്ട് വിത്ത് 5 കറണ്ട്സ് ഉണ്ട്. I1 എങ്ങോട്ടാണ് നോക്കിക്കേ, ആരോ നോക്കിക്കേ, ഇൻവേർഡ്സ് ആണ്. I1 ഇൻവേർഡ്സ് ആണ്. അപ്പോൾ എന്താ നമ്മൾ ഉപയോഗിക്കേണ്ടത്? പ്ലസ് I1. ഇനി I2 നോക്കിക്കേ, I2വും അകത്തേക്കാണ്. അപ്പോൾ എന്താ? പ്ലസ് I2. I3 നോക്കിക്കേ, I3 വെളിയിലേക്കാണ്. സോ എന്താ? മൈനസ് I3 മൈനസ് I4 മൈനസ് I5. അപ്പോൾ കിർച്ചോഫ്സ് കറണ്ട് ലോ എന്താ പറയുന്നത്? എല്ലാ കറണ്ട് ഈക്വൽ ടു 0 അല്ലേ. സോ I1 പ്ലസ് I2 മൈനസ് I3 മൈനസ് I4 മൈനസ് I5 ഈസ് ഈക്വൽ ടു 0. ആൻസർ കറക്റ്റ് ആണോ നോക്കാം. കണ്ടോ, I1 പ്ലസ് I2 മൈനസ് I3 മൈനസ് I4 മൈനസ് I5 ഈസ് ഈക്വൽ ടു 0. ഇത്രയേ ഉള്ളൂ കിർച്ചോഫ്സ് കറണ്ട് ലോ. ഓക്കെ, അപ്പോൾ കിർച്ചോഫ്സ് കറണ്ട് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ സ്റ്റേറ്റ് ചെയ്യുന്നതിനൊരു മാർക്ക്, ഡയഗ്രാം വരയ്ക്കുന്നതിന് മാർക്കുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മാർക്കുണ്ട്. ഇത്രയും ചെയ്താൽ മാത്രമേ 2 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് 2 മാർക്കും കിട്ടത്തുള്ളൂ. സിമിലർലി വി ഹാവ് ടു ഡിസ്കസ് ഓൺ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ എന്നാ പറയണേ? വോൾട്ടേജ് എന്താ? 0 ആയിരിക്കുന്നതായിരിക്കുമല്ലേ പറയണ്ടേ. കിർച്ചോഫ്സ് കറണ്ട് ലോ എന്ന് പറഞ്ഞാൽ കറണ്ട് വരുന്നത് ഈക്വൽ ടു പോകുന്നതാണ്, അല്ലെ ടോട്ടൽ കറണ്ട് 0 ആണ് ഒരു നോഡിലെ എന്ന് പറയും പോലെ. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ പറയുന്നത് ഒരു മെഷ് അല്ലെങ്കിൽ ഒരു ലൂപ്പിൽ, ഒരു ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ, ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ഉണ്ടെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും എന്നാണ്. ബട്ട് ഇങ്ങനെ എഴുതി വെച്ചാൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമോ? ഇല്ല. വി ഹാവ് ടു സ്റ്റേറ്റ്. സോ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ states that in any closed loop in a network, the algebraic sum of the voltage drops taken around the loop is equal to the resultant EMF acting in that loop. ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഉള്ള പൊട്ടൻഷ്യൽ, അതായത് ഒരു റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യലുള്ളതും പിന്നെ നമ്മുടെ വോൾട്ടേജ് ബാറ്ററി സോഴ്സും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ 0 ആയിരിക്കും. അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് വിൽ ബി ഈക്വൽ ടു ദ വോൾട്ടേജ് സപ്ലൈഡ് ടു ദ സർക്യൂട്ട്. ഓക്കെ, അങ്ങനെയാണ് എന്താ? ഇവിടെയും നമുക്ക് ബാറ്ററിയും ഉണ്ട്, ലോഡും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ബാറ്ററി തന്നെ 2 ടൈപ്പിൽ കണക്ട് ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് പോസിറ്റീവ് എന്ന് വരാം, പോസിറ്റീവ് നെഗറ്റീവ് എന്ന് വരാം. അപ്പോൾ നമ്മൾ പോസിറ്റീവിൽ നിന്ന് ഇറങ്ങുന്നതെങ്കിൽ റൈസ് ഇൻ വോൾട്ടേജ് എന്നും നെഗറ്റീവിൽ നിന്ന് ഇറങ്ങുന്നതെങ്കിൽ ഫോൾ ഇൻ വോൾട്ടേജ് എന്നും പറയും. മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. അപ്പം ഞാനൊന്ന് ചെയ്ത് കാണിക്കാം ഒരു സർക്യൂട്ടിൽ.
സോ നോക്കിക്കേ, ഇവിടെ ഒരു സർക്യൂട്ടാണ്. ഈ സർക്യൂട്ടിനകത്ത് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഏത് ക്ലോസ്ഡ് സർക്യൂട്ട് എടുക്കുവാണെങ്കിലും നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കും, ആദ്യം അസ്യൂം ചെയ്യും. അപ്പം ഞാൻ ഇപ്പോൾ E1 കണ്ടോ ആരോ കാണിച്ചേക്കുന്നത്. അപ്പം നമ്മളുണ്ടല്ലോ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ എടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും എളുപ്പം എന്നാന്ന് വെച്ചാലേ ബാറ്ററി എല്ലാം പോസിറ്റീവും ലോഡെല്ലാം നെഗറ്റീവുമായിട്ട് വേണം എടുക്കാൻ. ഒന്നുകൂടെ പറയട്ടെ, നമ്മൾ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ എടുക്കുമ്പം ബാറ്ററിയൊക്കെ പോസിറ്റീവും ലോഡെല്ലാം നെഗറ്റീവായിട്ടാണ് എടുക്കേണ്ടത്. ലോഡെന്ന് പറഞ്ഞാൽ എന്താ, റെസിസ്റ്റൻസ്, പാസീവ് കമ്പോണൻസ് ഒക്കെ നെഗറ്റീവും ആക്റ്റീവ് കമ്പോണൻസ് ഒക്കെ പോസിറ്റീവായിട്ട് എടുക്കും. അപ്പോൾ പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും ഉണ്ട് കേട്ടോ, ഇനി ഈ ആക്റ്റീവ് കമ്പോണൻറ്റിനകത്ത് തന്നെ കണ്ടോ, ഇവിടെ കറണ്ട് പോസിറ്റീവിൽ നിന്ന് ഇറങ്ങുന്നു, ഇവിടെ കറണ്ട് നെഗറ്റീവിൽ നിന്ന് ഇറങ്ങുന്നു. കാരണം ഈ കറണ്ട് ഇങ്ങനെയല്ലേ, ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ ഇറങ്ങുന്നത്. അപ്പോഴത്തേക്കും എന്താ, ഇവിടെ E1 പോസിറ്റീവിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, അതുപോലെ E2 നെഗറ്റീവ് നിന്ന് ഇറങ്ങുക. അപ്പോഴും പൊളാരിറ്റി പ്രശ്നം ഉണ്ടാവും. അപ്പം ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, കറണ്ട് ഏത് ടെർമിനലിൽ കൂടെ ഇറങ്ങുന്നോ ആ പൊട്ടൻഷ്യൽ കൊടുക്കുക. ഇപ്പം കറണ്ട് പോസിറ്റീവ് ടെർമിനലിൽ കൂടെ ഇറങ്ങുവാണെങ്കിൽ പ്ലസ് എന്നും +V അല്ലെ +E എന്നും, കറണ്ട് നെഗറ്റീവ് ടെർമിനലിൽ കൂടെ ഇറങ്ങുക കേട്ടോ, ലീവിങ് ആണ് നോക്കുന്നത്. ഇറങ്ങുമ്പോൾ നെഗറ്റീവിൽ കൂടെ ആണെങ്കിൽ -E എന്നും നിങ്ങൾ കൊടുക്കണം. അപ്പം ഞാനിവിടെ പറയട്ടെ, ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ E1 എന്ന് പറഞ്ഞാൽ ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കുമ്പം E1 പോസിറ്റീവ് കൂടെ, അപ്പം +E1, പിന്നെ ഇങ്ങനെ വന്ന് കറണ്ട് ഇതേ നെഗറ്റീവിൽ കൂടെ എൻ്റർ ചെയ്യുന്നത്. സോ -E2, പിന്നെ എന്താ, അപ്പം രണ്ട് സോഴ്സിൻ്റെയും കിട്ടി. ഇനി -I × R2 -I × R3 -I × R1 = 0. അല്ലെ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്താ, പൊട്ടൻഷ്യൽ സോഴ്സ് = പൊട്ടൻഷ്യൽ അക്രോസ് ദ ലോഡ് എന്നാണ്. അപ്പോൾ എന്താ, E1 - E2 = I × R1 + R2 + R3 എന്ന് എഴുതാം. ആൻസർ ശരിയാണോ നോക്കാം. നോക്കിക്കേ, E1 - E2 = IR1 + IR2 + IR3. അപ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പഠിച്ചത്, ദാറ്റ് ഈസ് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ കിർച്ചോഫ്സ് ലോസ്. ഓക്കെ, അപ്പോൾ അത് ചോദിക്കുവാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നതിന് 1 മാർക്ക്, ഡയഗ്രാം വരയ്ക്കുന്നതിന് 1/2 മാർക്ക്, എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 1/2 മാർക്ക്. അങ്ങനെ ഒരു ലോയ്ക്ക് 2 മാർക്കായിരിക്കും വരിക. 2 ലോസ് എഴുതുമ്പോൾ 4 മാർക്ക്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിനും ചോദിക്കുന്നതാണ്. അപ്പോൾ അത് പഠിച്ചു വെക്കണം കേട്ടോ. സോ കിർച്ചോഫ്സ് കറണ്ട് ലോ ആൻഡ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. ഓക്കെ, അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാം. അതായത് കറണ്ട് ഡിവിഷൻ, വോൾട്ടേജ് ഡിവിഷൻ എന്ന് പറഞ്ഞ 2 റൂൾസ് ഉണ്ട്. അത് യൂണിവേഴ്സിറ്റിക്ക് തിയറി ആയിട്ട് നമ്മളോട് ചോദിക്കില്ല, പക്ഷേ അതിനകത്തൊന്ന് പ്രോബ്ലം ചെയ്യേണ്ടി വരും. പിന്നെ റെസിസ്റ്റൻസ് വെച്ചിട്ടുള്ള, റെസിസ്റ്റൻസ് സീരീസ് ആയാൽ പാരലൽ ആയാൽ അതും നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സർക്യൂട്ടിൻ്റെ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ ഞാൻ ഇപ്പോൾ DC സർക്യൂട്ട്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുക. DC സർക്യൂട്ട് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു സീരീസ് സർക്യൂട്ട്, പാരലൽ സർക്യൂട്ട്, അല്ലെ അതിൻ്റെ കോമ്പിനേഷനായ ഹൈബ്രിഡ് സർക്യൂട്ട് അല്ലെങ്കിൽ സീരീസ് പാരലൽ സർക്യൂട്ട്. അപ്പോൾ DC സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, DC കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി ഒരു സോഴ്സും വേണം, ഒരു ലോഡും വേണം. ഇവരെ രണ്ടുപേരെയും കണ്ടക്ടറിൽ കൂടെ നമ്മൾ കണക്ട് ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കണക്ഷൻ തന്നെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, പാരലലായിട്ട് കമ്പോണൻസിനെ കണക്ട് ചെയ്യാം, ഇല്ല ഇതിൻ്റെ രണ്ടിനെയും കോമ്പിനേഷനായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ DC സീരീസ് സർക്യൂട്ടാണ്. സോ വാട്ട് ഈസ് എ DC സീരീസ് സർക്യൂട്ട്? കണ്ടോ, ഡയഗ്രാം കണ്ടോ? ഇതിനകത്തെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഓരോ കമ്പോണൻറ്റും അടുത്തതിൻ്റെ എൻഡിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഓരോ കമ്പോണൻറ്റും അടുത്തതിൻ്റെ എൻഡിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ കണക്ട് ചെയ്യുന്നതുകൊണ്ടൊരു ഗുണമുണ്ട്, സെയിം കറണ്ടാണ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത്. കണ്ടോ, സെയിം കറണ്ടാണ് ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്നത്. അതാണ് DC സർക്യൂട്ടിൻ്റെ പ്രത്യേകത. സോ ഇൻ എ DC സർക്യൂട്ട് ദ കമ്പോണൻറ്റ്സ് ആർ കണക്റ്റഡ് എൻഡ് ടു എൻഡ് സോ ദാറ്റ് സെയിം കറണ്ട് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിലേ ഇതിലേക്കൂടെ പോകുന്ന കറണ്ടിൻ്റെ വാല്യൂ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വോൾട്ടേജ് V = IR എന്നല്ലേ. സോ I = V/R. അപ്പോൾ V എന്ന് പറഞ്ഞാൽ എന്താ, ആകെ ഒറ്റ വോൾട്ടേജേ ഉള്ളൂ, എന്താ, VS, സോഴ്സ് വോൾട്ടേജ്. R എന്ന് പറഞ്ഞാലോ റെസിസ്റ്റൻസ് എത്ര എണ്ണം ഉണ്ട്, R1 R2 R3 അങ്ങനെ RN വരെ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ V/R, അതായത് സോഴ്സ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആയിരിക്കും, ഇല്ലേ?
അതാണ് ഞാൻ ഈ കാണിക്കുന്നത്. I ഈസ് ഈക്വൽ ടു V/R. ഈ ആറിനെ ഞാൻ R ടോട്ടൽ എന്ന് വിളിക്കുകയാണ്. അല്ലെങ്കിൽ വി എസ് എന്ന് പറഞ്ഞാൽ എന്താ? വി എസ് എന്ന് പറഞ്ഞാൽ I ഇൻറ്റു R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് R4 പ്ലസ് അങ്ങനെ RN വരെ ഉണ്ടെങ്കിൽ അത്രയും. അപ്പം I ഇൻറ്റു R1 R2 R3 R4 എന്നുള്ളത് I ഇൻറ്റു R ടോട്ടൽ എന്ന് ഞാൻ എഴുതി. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ഞാനൊരു മൾട്ടിമീറ്റർ എടുത്ത് ഇവിടെ ഞാൻ മെഷർ ചെയ്യുമ്പോൾ എനിക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടും. അതിനെ ഞാൻ R ടോട്ടൽ എന്ന് പറഞ്ഞ് എഴുതി. എന്നിട്ട് വി എസ് എന്ന് പറഞ്ഞാൽ I ഇൻറ്റു R ടോട്ടൽ, ഇവിടെ അമ്മീറ്റർ വെച്ച് മെഷർ ചെയ്ത് I ഇൻറ്റു R ടോട്ടൽ എന്നൊരു ഇക്വേഷൻ കിട്ടി. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സർക്യൂട്ടിനകത്തേക്ക് കിർച്ചോസ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുക കേട്ടോ. കിർച്ചോസ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് റെസിസ്റ്റൻസിനൊരു ഇക്വേഷൻ കണ്ടെത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ കിർച്ചോസ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ എന്നാ പറഞ്ഞു തന്നെ, ആദ്യം കറണ്ടിൻ്റെ ഡയറക്ഷൻ അസ്യൂം ചെയ്തു. എന്നിട്ട് എന്താ, വോൾട്ടേജ് സോഴ്സ് എല്ലാം പോസിറ്റീവും റെസിസ്റ്റൻസിന് അക്രോസുള്ള പൊട്ടൻഷ്യലൊക്കെ നെഗറ്റീവും കേട്ടോ. പരീക്ഷയ്ക്ക് എപ്പോഴും കാണുന്നതാണ് VS മൈനസ് R1 R2 R3 എന്ന് എഴുതി വെക്കുക. അങ്ങനെയല്ല, നമ്മളെപ്പോഴും ഒരേ ഡയമെൻഷനിലുള്ളതിനെ വേണം പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനും. അപ്പോൾ ഇവിടെ VS ആണ് എന്താ, ഇവിടെ R1 ആണോ, I ഇൻറ്റു R1. പൊട്ടൻഷ്യലുകൾ വോൾട്ടേജുകൾ തമ്മിൽ പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനും പാടുള്ളൂ. അല്ലാതെ വോൾട്ടേജും റെസിസ്റ്റൻസും കറണ്ടും ഒന്നും തമ്മിൽ നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും പാടില്ല. ഒരേ ഡയമെൻഷനുള്ള കാര്യങ്ങൾ മാത്രമേ കാൽക്കുലേഷനിൽ ഉപയോഗിക്കാവുള്ളൂ, അതായത് കൂട്ടാനും കുറയ്ക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ കിർച്ചോസ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്, അവിടെ വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ VS ആണ്. അപ്പോൾ അത് പോസിറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ ഈ VS പോസിറ്റീവായിട്ട് എടുക്കണം. പോസിറ്റീവ് തന്നെയാണോ എന്ന് എങ്ങനെ അറിയുന്നത്, കറണ്ട് എങ്ങനെ എൻട്രി ചെയ്യുന്നത്, പ്ലസ് ഈ കൂടെ ആണല്ലേ. സോ പ്ലസ് VS മൈനസ് ഈ R1 അക്രോസ് ഉള്ള വോൾട്ടേജിനെ ഞാൻ VR1 എന്ന് പറയുന്നല്ലേ, IR1 എന്ന് പറയുന്നു, മൈനസ് IR1 മൈനസ് IR2 മൈനസ് IR3 എക്സെട്ര മൈനസ് IR എന്ന് പറഞ്ഞാൽ 0 ആണ് ഇല്ലേ. അപ്പം ഞാൻ കാണിക്കട്ടെ, ദിസ് ഈസ് കിർച്ചോസ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം VS മൈനസ് IR1 മൈനസ് IR2 മൈനസ് IR3 മൈനസ് IRN അങ്ങനെ ഈക്വൽ ടു 0. അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ ഇതിനെ ഒന്ന് ഇക്വേഷൻ മാറ്റി എഴുതിയാലോ, VS ഇസ് ഈക്വൽ ടു IR1 പ്ലസ് IR2 പ്ലസ് IR3 പ്ലസ് IRN അല്ലേ. അപ്പോൾ അതിനകത്തുനിന്ന് ഈ ഐയെ കോമൺ ആക്കി എടുത്താലോ, എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും നോക്കിക്കേ, VS ഇസ് ഈക്വൽ ടു I ഇൻറ്റു R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് എക്സെട്ര RN അല്ലേ. ഇത് തന്നെയല്ലേ ഇവിടെ പറഞ്ഞേക്കുന്നത്. VS എന്ന് പറഞ്ഞാൽ എന്താ, I ഇൻറ്റു R ടോട്ടൽ. ഇത് രണ്ടും ഒരേ ഫോമിലല്ലേ നോക്കിക്കേ. VS ഇസ് ഈക്വൽ ടു I സെയിം ആണ്, R ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, R1 R2 R3 എക്സെട്ര RN. അപ്പോൾ ഇവത്തിൽ നിന്ന് നമുക്ക് എന്നാ പറയാൻ പറ്റും, വി ക്യാൻ സേ ഇൻ എ സീരീസ് സർക്യൂട്ട് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ആണ്. ഒന്നുകൂടി പറയട്ടെ, ഒരു സർക്യൂട്ട് സീരീസ് ആണെങ്കിൽ സെയിം കറണ്ട് അതിനകത്തൂടെ ഫ്ലോ ചെയ്യണം. ആ സമയത്ത് ഈ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ റെസിസ്റ്റൻസിൻ്റെ സമ്മാണ്. അതായത് R ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് എക്സെട്ര RN. ഓക്കെ, ഇത് ഇപ്പം സീരീസ് സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് ആയി. ഇതുപോലെ തന്നെ എനിക്ക് ഒരു റൂളൂടെ പഠിപ്പിക്കാനുണ്ട്, അതാണ് വോൾട്ടേജ് ഡിവിഷൻ റൂള്. ഓക്കെ, അപ്പോൾ എന്താ വോൾട്ടേജ് ഡിവിഷൻ റൂളെന്ന് ഞാൻ പറഞ്ഞു തരാവേ. വോൾട്ടേജ് ഡിവിഷൻ റൂളെന്ന് പറഞ്ഞാലേ, കുറേ സർക്യൂട്ടിൽ ഇപ്പം ഇങ്ങനൊരു സർക്യൂട്ടിനകത്ത് ഈ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ് എന്നറിയുന്നതാണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ. ഓക്കെ, ടോട്ടൽ വോൾട്ടേജ് നമുക്കറിയാം, കുറേ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിൽ ഒരു റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണെന്ന് അറിയുന്നതാണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ. അപ്പോൾ ഇത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം അവർ എന്താ, കിർച്ചോസ് വോൾട്ടേജ് ലോ. ഈ ഇക്വേഷനിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ എന്താ, IR1 പകരം ഞാനിവിടെ VR1 VR2 എന്നുള്ള സാധനങ്ങൾ എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാനത് എഴുതുവാണെങ്കിൽ നോക്കിയാൽ മതി, ലീവ് ചെയ്യുന്നിടത്ത് വേണം ഡയറക്ഷൻ എടുക്കാൻ. അപ്പോൾ ഉണ്ടല്ലോ ലീവ് ചെയ്യുമ്പം, അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. സോഴ്സിനകത്ത് പ്ലസ് മൈനസ് ആണെങ്കിൽ ഈ പ്ലസ്സിലേക്ക് കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് മൈനസ് മൈനസ് ഇങ്ങനെ വേണം കണക്ട് ചെയ്യാൻ. ഓക്കെ,
അത് നിങ്ങൾക്ക് ഡൗട്ട് ആയതുകൊണ്ടാണ്, ചിലർക്കൊക്കെ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സോഴ്സ് ഒക്കെ എപ്പോഴും പോസിറ്റീവും റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ, അതായത് വി എന്ന് പറഞ്ഞാൽ എന്താ, സോഴ്സ് അല്ലേ, അത് നമുക്ക് കിട്ടുന്നതാണ്. മറ്റതെന്താ, റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് ഡ്രോപ്പാണ്, വർക്ക് ചെയ്തതാണ്, അത് കുറഞ്ഞതാണ്. ഓക്കെ, അപ്പം ബാറ്ററി നമുക്ക് തരികയും റെസിസ്റ്റൻസ് നമ്മുടെ കയ്യിൽ നിന്ന് കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ മൈനസും ബാറ്ററിക്കുള്ളത് പോസിറ്റീവായിട്ട് എടുക്കുക. പിന്നെ ബാറ്ററിക്ക് തന്നെ 2 പൊളാരിറ്റി വരും, പ്ലസ് മൈനസ് എന്നും മൈനസ് പ്ലസ് എന്നും വരത്തില്ലേ, അതറിയാൻ വേണ്ടിയാണ് കറണ്ട് ലീവ് ചെയ്യുന്ന ജംഗ്ഷനിൽ നിന്നുള്ളത് എടുക്കാൻ ഞാൻ പറയണത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സോ ഞാനിപ്പോൾ ഇതിനകത്ത് കൊടുക്കുവാണെങ്കിൽ ഇത് വി എസ് ആണ് അല്ലേ, വി എസിൻ്റെ കറണ്ട് ലീവ് ചെയ്യുന്നത് പ്ലസ്സിൽ കൂടാ. സോ പ്ലസ് വി എസ് മൈനസ് വി ആർ 1 മൈനസ് വി ആർ 2 മൈനസ് വി ആർ 3 എക്സെട്ര മൈനസ് വി ആർ എൻ ഇസ് ഈക്വൽ ടു 0. ഇതാണ് കിർച്ചോഫ്സ് വോൾട്ടേജിലോ തരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളെ പഴയ ഇക്വേഷനിലേക്ക് ഞാൻ അങ്ങ് ഇട്ടു, വി എസ് മൈനസ് ഐ ആർ 1. അങ്ങനെ ഞാൻ ഇട്ടിട്ട് എന്ത് ചെയ്യും, വി എസ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ 1 പ്ലസ് ആർ 2 പ്ലസ് ആർ 3 പ്ലസ് എക്സെട്ര ആർ എൻ, അങ്ങനെയാണ് ഇടുന്നത്. എന്നിട്ട് കറണ്ടിൻ്റെ ഇക്വേഷൻ ഇതിനകത്തുനിന്ന് ഞാൻ എടുക്കും. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ഡിവിഷൻ റൂൾ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ഞാൻ കറണ്ടിൻ്റെ ഇക്വേഷൻ എടുക്കും. കാരണം എന്നാണെന്നറിയാവോ, വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാനല്ലേ. ഈ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഐ ഇൻറ്റു ആർ 1. ആർ 1 നമുക്കറിയാമല്ലോ, അപ്പോൾ ഐ കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ ഈ ടോട്ടൽ സർക്യൂട്ടിലെ ഐ കോൺസ്റ്റൻ്റ് ആണല്ലോ, അല്ലെങ്കിൽ സെയിം ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയിൽ നിന്ന് ഐയുടെ ഇക്വേഷൻ എഴുതുക. കണ്ടോ, അപ്പോൾ എന്താ വരിക, വി എസ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ 1 പ്ലസ് ആർ 2 പ്ലസ് ആർ 3 എക്സെട്ര ആർ എൻ. അങ്ങനെയാണ് ഐ ഈസ് ഈക്വൽ ടു വി എസ് ഡിവൈഡഡ് ബൈ ആർ 1 പ്ലസ് ആർ 2 പ്ലസ് ആർ 3, അങ്ങനെയാണ് എഴുതുന്നത്. ഇനി നമുക്കെന്താ വേണ്ടത്, വോൾട്ടേജ് അക്രോസ് ദിസ് ആർ 1. വോൾട്ടേജിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്നാണ്, പൊട്ടൻഷ്യൽ ഡിവിഷൻ റൂൾ അല്ലെ പൊട്ടൻഷ്യൽ ഡിവൈഡർ റൂൾ, അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണെന്ന് നോക്കിക്കേ, ഈ വാല്യൂ, ഈ വി ആർ 1 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എന്നെ എടുക്കും, ഇതാ ഇവിടെ വി ആർ 1 എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ആർ 1 ആണ്. എന്നിട്ട് ഈ ഐക്ക് ഇതേ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, കണ്ടോ, വി ആർ 1 എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ആർ 1 ആണ്. ഈ ഐക്ക് വേണ്ട ഈ ഇക്വേഷൻ കൊണ്ടുവന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്താ വരിക, വി എസ് ഡിവൈഡഡ് ബൈ ആർ 1 പ്ലസ് ആർ 2 പ്ലസ് ആർ 3 പ്ലസ് എക്സെട്ര ആർ എൻ ഇൻറ്റു ആർ 1. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ ഒന്ന് എഴുതുവാണ്, എന്താ വരിക നോക്കിക്കേ, പൊട്ടൻഷ്യൽ അക്രോസ് എനി റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ, ആ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സം ഓഫ് ദ റെസിസ്റ്റൻസ് ഇൻറ്റു സോഴ്സ് വോൾട്ടേജ്. നോക്കിക്കേ, വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസ് ആർ ഇൻ എ സീരീസ് സർക്യൂട്ട് ഇസ് ഈക്വൽ ടു സോഴ്സ് വോൾട്ടേജ് വി എസ് ഇൻറ്റു സെൽഫ് റെസിസ്റ്റൻസ് ആർ 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഈ റൂളിനെയാണ് പൊട്ടൻഷ്യൽ ഡിവൈഡർ റൂൾ എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയട്ടെ. അതായത് നമുക്ക് എന്താ വേണ്ടത്, വി നീഡ് പൊട്ടൻഷ്യൽ ഡിവൈഡർ റൂൾ. പൊട്ടൻഷ്യൽ ഡിവൈഡർ റൂൾ എടുക്കുവാണെങ്കിൽ, അതായത് വോൾട്ടേജ് ഡിവിഷൻ റൂൾ എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുറേ റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്തിട്ട് ടോട്ടൽ വോൾട്ടേജ് അറിയാമെങ്കിൽ ഏത് റെസിസ്റ്റൻസിന് അക്രോസ് ആണോ നമ്മൾ വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ടത്, ആ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സം ഓഫ് ദ റെസിസ്റ്റൻസ് ഇൻറ്റു സോഴ്സ് വോൾട്ടേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് റെസിസ്റ്റൻസിന് അക്രോസ് ആണോ വോൾട്ടേജ് വേണ്ടത് അത് കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ ഡി സി സീരീസ് സർക്യൂട്ടിനകത്തെ കാര്യങ്ങൾ. അപ്പോൾ ഡി സി സീരീസ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കേണ്ട കാര്യങ്ങൾ 3ആണ്. അതായത് കമ്പോണൻസിൻ്റെ ഒരറ്റം മറ്റേ അറ്റത്തിൽ കണക്ട് ചെയ്ത്, സ്റ്റാർട്ടിങ് എൻഡ് ലീവിങ് എൻഡ് കണക്ട് ചെയ്ത് സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യും. അപ്പോൾ ഒരു കാര്യമുള്ളത്, കറണ്ട് എപ്പോഴും സർക്യൂട്ടിൽ സെയിം ആയിരിക്കും. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ദി ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ആയിരിക്കും. പിന്നെ പൊട്ടൻഷ്യൽ അക്രോസ് എ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ റെസിസ്റ്റർ ഡിവൈഡഡ് ബൈ സം ഓഫ് ദ റെസിസ്റ്റൻസസ് ഇൻറ്റു സോഴ്സ് വോൾട്ടേജ് ആയിരിക്കും. ഈ 3 പോയിൻറ്റ്സ് ആണ് സീരീസ് സർക്യൂട്ടിൽ നമ്മൾ ഓർത്തിരിക്കാനുള്ളത്. സിമിലർലി ഐ ആം ഗോയിങ് ഫോർ ദ പാരലൽ സർക്യൂട്ട്. സോ പാരലൽ സർക്യൂട്ടിനകത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ, ഇൻ എ ഡി സി പാരലൽ സർക്യൂട്ട് എല്ലാ
എലമെൻറ്റുകളും കോമൺ പോയിന്റിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അതായത് എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് എൻഡ് എല്ലാം കൂട്ടി കോമൺ പോയിന്റിൽ കണക്ട് ചെയ്യും, ലീവിങ് എൻഡ് എല്ലാം കൂടെ കൂട്ടി അടുത്ത പോയിന്റിൽ കണക്ട് ചെയ്യും. ഓക്കെ, അപ്പം അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും ഇതാണ് ഒരു DC പാരലൽ സർക്യൂട്ട്. നോക്കിക്കേ, അതിനകത്ത് നോക്കിയേ 2 റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിക് എൻഡുകളെല്ലാം കൂട്ടി കണക്ട് ചെയ്തേക്കുന്നു, ലീവിങ് എൻഡുകളെല്ലാം കൂടെ കൂട്ടി കണക്ട് ചെയ്തേക്കുന്നു. അപ്പോൾ നോക്കിക്കേ, അതിനകത്ത് ഈച്ച് എൻഡ് ഈസ് കണക്റ്റഡ് ടു എ കോമൺ പോയിന്റ് ഇൻ എ DC പാരലൽ സർക്യൂട്ട്. അതുകൊണ്ടുള്ള ഗുണം എന്താ? ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എപ്പോഴും സെയിം ആയിരിക്കും. ദ പൊട്ടൻഷ്യൽ അക്രോസ് ദ ഈച്ച് ബ്രാഞ്ച് വെൻ കണക്റ്റഡ് ഇൻ പാരലൽ വിൽ ബി ഓൾവേസ് സെയിം. അങ്ങനെയാണെങ്കിൽ നേരത്തെ പോലെ തന്നെ എനിക്ക് ഈ കറണ്ട് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? ഈ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. IT ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VS ഡിവൈഡഡ് ബൈ ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ലാബിൽ നമ്മൾ ചെയ്യുമ്പോൾ വർക്ക്ഷോപ്പിൽ ഇത് പോയി ചെയ്യത്തില്ലേ? എന്താ ICT ഇനേബിൾഡ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യിച്ചപ്പോഴത്തേക്ക് ഓർക്കുന്നുണ്ടോ? ക്ലാസ്സിൽ ഞാൻ കൊണ്ടുപോയി നമ്മുടെ മെഷീൻസ് ലാബിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുപോയിട്ട് അവിടെ കുറേ റെസിസ്റ്റൻസ് റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്തിട്ട് നമ്മളിവിടെ മൾട്ടിമീറ്റർ വെച്ച് റെസിസ്റ്റൻസ് മെഷർ ചെയ്തായിരുന്നു. എന്നിട്ട് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ചെയ്ത് ഇത് നമ്മൾ ഉറപ്പാക്കി വോൾട്ടേജ്. പിന്നെ ഇത് കൂടാതെ നമ്മൾ ഇങ്ങനെ റെസിസ്റ്റൻസ് എടുത്തിട്ട് ചെയ്തു. അത് കൂടാതെ എന്താ നമ്മൾ അല്ലാണ്ടേയും ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്തായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ VS ഡിവൈഡഡ് ബൈ ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഒരു കാര്യം കൂടെ നോക്കണം, എന്താ ഈ VS തന്നെയാണ് V1ഉം പിന്നെ ഈ V2 പാരലൽ ആയതുകൊണ്ട് എല്ലാ വോൾട്ടേജും സെയിം ആണേ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? IT ഇൻറ്റു R ടോട്ടൽ. കാരണം IT എന്ന് പറഞ്ഞാൽ എന്താ? VS ബൈ R ടോട്ടൽ ആണെങ്കിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ IT ഇൻറ്റു R ടോട്ടൽ. ഓക്കെ, അപ്പോൾ ഈ VSന് ഞാൻ ഒരു ഇക്വേഷനും കൂടെ പറയുകയാണല്ലോ. VSനെ ഒരു ഇക്വേഷനും കൂടെ പറയണേ. ഞാനിവിടെ കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്യും. ഓക്കെ, എന്താ സീരീസിനകത്ത് ഇത് കിർച്ചോസ് വോൾട്ടേജ് ലോ അല്ലേ? ഇവിടെ ഞാൻ കിർച്ചോസ് കറണ്ട് ലോ അപ്ലൈ ചെയ്യുവാണേ. അപ്പോൾ ഈ നോഡിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇൻകമ്മിങ് ആയിട്ടുള്ളത് എന്താ? IT ആണ്. IT മൈനസ് I1 മൈനസ് I2 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും ഇല്ലേ? എന്താ? IT മൈനസ് I1 മൈനസ് I2 ഇസ് ഈക്വൽ ടു 0. അല്ലെ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? IT ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2. ITയുടെ ഇക്വേഷൻ എന്താ? VS ബൈ R ടോട്ടൽ ഈക്വൽ ടു I1ൻ്റെ ഇക്വേഷൻ എന്നാ? V1 ബൈ R1ഉം I2 എന്ന് പറഞ്ഞാലോ V2 ബൈ R2. അപ്പോൾ അതിനകത്ത് V1ഉം V2ഉം VSും എല്ലാം സെയിം അല്ലേ? സോ VS ബൈ R ടോട്ടൽ കണ്ടോ? VS ബൈ R ടോട്ടൽ ഇസ് ഈക്വൽ ടു V1 ബൈ R1നെ എനിക്ക് VS എന്ന് എഴുതാം, V2 ബൈ R2നെ എനിക്ക് VS എന്ന് എഴുതാം. കാരണം ഇവിടെ എല്ലാം VS ഇസ് ഈക്വൽ ടു V1 ഇസ് ഈക്വൽ ടു V2. കാരണം ഇതെല്ലാം പാരലല്ല കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിനും ഞാൻ VS കൊടുത്താൽ ഈ VS മുഴുവൻ എനിക്ക് മാറ്റിക്കളയത്തില്ലേ? സോ ഐ വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ആസ് എന്താ? 1 ബൈ R ടോട്ടൽ ഇസ് ഈക്വൽ ടു കണ്ടോ? 1 by R total is equal to 1 by R1 plus 1 by R2. ഓക്കെ, നമുക്ക് എന്താ വേണ്ടേ? R total അല്ലേ? സോ R total is equal to ഇതിൻ്റെ LCM എടുത്തിട്ട് ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് എന്താ? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഓക്കെ, അപ്പോൾ എന്താ? VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ VS എന്ന് പറഞ്ഞാൽ എന്താ? I ഇൻറ്റു R ടോട്ടലാണ്. ഓൾറെഡി പിന്നെ നമ്മൾ ഈ VSൻ്റെ കണ്ടുപിടിച്ചായിരുന്നു അല്ലേ? എന്താ? I ടോട്ടൽ ഇൻറ്റു R ടോട്ടലാണ്. അപ്പോൾ ഈ R ടോട്ടലും ഇതും കൂടെ സെയിം ആവത്തില്ലേ? സോ R ടോട്ടൽ ഇസ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് ഓർക്കുന്നു. നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് വേണ്ടത് കറണ്ട് ഡിവിഷൻ റൂളാണ്. മുമ്പേ പൊട്ടൻഷ്യൽ ഡിവിഷൻ റൂള് നോക്കിയില്ലേ? അപ്പോൾ സീരീസ് സർക്യൂട്ടിനകത്ത് നമ്മൾ കിർച്ചോസ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മൾ റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്തു? പൊട്ടൻഷ്യൽ ഡിവിഷൻ റൂള് കണ്ടുപിടിച്ചു.
അതേസമയം പാരലൽ സർക്യൂട്ടിൽ കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ എന്നാ ചെയ്യും? കറണ്ട് ഡിവിഷൻ റൂൾ കണ്ടുപിടിക്കും. കറണ്ട് ഡിവിഷൻ റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? കുറേ പാരലൽ സർക്യൂട്ട് ഉണ്ട്, അതിലൊരു സർക്യൂട്ടിൽ കൂടെ എത്ര കറണ്ട് ഫ്ലോ ചെയ്തു എന്നാണ് നമുക്ക് അറിയേണ്ടത്. സോ കറണ്ട് ഡിവിഷൻ റൂൾ. അപ്പോൾ ഇവിടുത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഇതിനകത്തൂടെ പോകുന്ന കറണ്ട് I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? I1 is equal to V1/R1 അല്ലെ VS/R1. ഓക്കെ, സോ I1 is equal to VS/R1. ഇനി VS എന്ന് പറഞ്ഞാൽ എന്താ? VS is equal to എന്താ? ഓർക്കുന്നുണ്ടോ? I into R total അല്ലായിരുന്നോ? അപ്പോൾ VS എന്ന് പറഞ്ഞാൽ I into R total. അപ്പം ഞാൻ എന്തെടുക്കും? ഡൗട്ടുണ്ടോ? ഇതേ കണ്ടോ, VS എന്ന് പറഞ്ഞാൽ I into R total ആണേ. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഈ VSന് കൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം കണ്ടോ, IT into R total divided by R1. ഇനി ഈ R totalൻ്റെ ഇക്വേഷൻ എന്നാ? രണ്ടെണ്ണം അല്ലേ? R1 R2 divided by R1 plus R2. അതിനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടോ, R totalന് പകരം R1 R2 divided by R1 plus R2 എന്ന് ഞാൻ ഇട്ടു. ഓക്കെ, R1 R2 divided by R1 plus R2 എന്ന് ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ R1ഉം ഈ മേളത്തെ R1 ക്യാൻസലായിട്ട് എന്ത് കിട്ടി? IT R2 divided by R1 plus R2. അപ്പോൾ ഇതിനകത്തുനിന്ന് എന്താ മനസ്സിലാവുന്നത് നോക്കിക്കേ. ഇതിനകത്തോടുള്ള പൊട്ടൻഷ്യൽ, ഇതിനകത്തോടുള്ള കറണ്ട്, അതായത് കറണ്ട് ത്രൂ റെസിസ്റ്റൻസ് R1 is equal to സോഴ്സ് കറണ്ട് IT into potential of resistance of other branch divided by sum of the resistances. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ, വോൾട്ടേജ് ഡിവിഷൻ റൂളായിരുന്നു. അപ്പം നമുക്ക് ഒരു റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണമെങ്കിൽ ആ സോഴ്സ് വോൾട്ടേജ് ഇൻറ്റു ഏത് റെസിസ്റ്റൻസിനെയാണോ കണ്ടുപിടിക്കേണ്ടത് ആ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സം ഓഫ് ദ റെസിസ്റ്റൻസ് ആയിരുന്നു. അതേപോലെ തന്നെയാണ് കറണ്ട് ഡിവിഷൻ റൂള്. പക്ഷേ എന്താ വ്യത്യാസം? കറണ്ട് ഡിവിഷൻ റൂളിനകത്ത് ഏത് റെസിസ്റ്റൻസ്, ഇപ്പോൾ R1 റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള അതിലേക്കൂടുള്ള കറണ്ട് അറിയണമെങ്കിൽ R2 divided by R1 plus R2 അടുത്ത റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സം ഓഫ് ദ റെസിസ്റ്റൻസ് ഇൻറ്റു സോഴ്സ് കറണ്ട് എന്നാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ DC പാരലൽ സർക്യൂട്ടിൽ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെയാണ്? 3 കാര്യങ്ങൾ എല്ലാം കോമൺ പോയിന്റിലേക്ക് കണക്ട് ചെയ്തേക്കുന്നതുകൊണ്ട് സെയിം പൊട്ടൻഷ്യൽ ആയിരിക്കും എന്ത് DC പാരലൽ സർക്യൂട്ടിൽ. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 R2 divided by R1 plus R2 ആയിരിക്കും. പിന്നെ എന്താ? കറണ്ട് ഡിവിഷൻ റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? സോഴ്സ് കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സം ഓഫ് ദ റെസിസ്റ്റൻസസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടെ ഞാനൊന്ന് സമ്മറൈസ് ചെയ്ത് കാണിക്കട്ടെ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വോൾട്ടേജ് ഡിവൈഡർ റൂൾ ആൻഡ് കറണ്ട് ഡിവൈഡർ റൂൾ. കണ്ടോ, വോൾട്ടേജ് ഡിവൈഡർ റൂളിനകത്ത് കാണുന്നുണ്ടോ? ഇക്വേഷനകത്ത് കണ്ടോ? VR1 എന്ന് പറഞ്ഞാൽ എന്താ? സോഴ്സ് വോൾട്ടേജ് VS ഇൻറ്റു സെയിം റെസിസ്റ്റൻസ്. കണ്ടോ, സെയിം റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിവൈഡർ റൂളിനകത്ത് എന്ത് ചെയ്യണം? വി ഹാവ് ടു ടേക്ക് സെയിം റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സം ഓഫ് ദ റെസിസ്റ്റൻസസ്. പക്ഷേ കറണ്ട് ഡിവിഷൻ റൂളിനകത്ത് എങ്ങനെയാ? കണ്ടോ, ഈ I1 കണ്ടുപിടിക്കണമെങ്കിൽ സോഴ്സ് കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സം ഓഫ് ദ റെസിസ്റ്റൻസ്. കണ്ടോ, I1 കണ്ടുപിടിക്കേണ്ടത്. I1 കണ്ടുപിടിക്കണ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് എന്താ? R2 ഡിവൈഡഡ് ബൈ സം ഓഫ് ദ റെസിസ്റ്റൻസ് R1 പ്ലസ് R2 ഇൻറ്റു സോഴ്സ് കറണ്ട് IT. ഓക്കെ, ഇത്രയേ ഉള്ളൂ വോൾട്ടേജ് ഡിവിഷൻ റൂളിൻ്റെ കഥ. ഇനി എന്നാ ഉള്ളത്? ഇനി സിമ്പിളാണ് കേട്ടോ. ഈ വോൾട്ടേജ് കറണ്ട് ഡിവിഷൻ റൂൾ വല്ലാതെ നമ്മൾ സീരീസ് പാരലൽ സർക്യൂട്ട് പഠിച്ചില്ലേ? അതായത് 2 റെസിസ്റ്റൻസ് സീരീസിലാണെങ്കിൽ സം എടുക്കണം, R1 പ്ലസ് R2. പാരലലിലാണെങ്കിൽ 1/R1 plus R2 is equal to 1/R1 plus 1/R2 is equal to 1/R total, or R total എന്ന് പറഞ്ഞാൽ R1 R2 divided by R1 plus R2. ഓക്കെ, ഇനി ഈ G എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റൻസ് ആണ് കേട്ടോ. റെസിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സ് ആണ് കണ്ടക്റ്റൻസ്. അപ്പോൾ എന്ത് ചെയ്യണം? R1 R2 R3 എന്ന് കിടക്കുവാണെങ്കിൽ കണ്ടക്റ്റൻസിൻ്റെ നെയിമിൽ പറയുവാണെങ്കിൽ എന്താ? 1/G1 plus 1/G2 plus 1/G3 എന്നാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട കേട്ടോ, ഈ സാധനങ്ങൾ വേണ്ട, അത് ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. പക്ഷേ സീരീസും പാരലലും അറിഞ്ഞിരിക്കണം.
അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇൻഡക്ടറിനകത്ത് എന്താ സീരീസിൽ വരുവാണെങ്കിൽ L1+L2+L3 എന്ന്, പാരലലി വരുവാണെങ്കിൽ 1/L total = 1/L1+1/L2+1/L3+ എക്സെട്ര അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്ററും ഇൻഡക്ടറും ഇപ്പോൾ സെയിം പാറ്റേൺ ഫോളോ ചെയ്യും. പക്ഷേ കപ്പാസിറ്റർ വരുമ്പോൾ നേരെ തിരിച്ചാണ്. ഒന്നുകൂടെ പറയാം, റെസിസ്റ്റർ ആണെങ്കിലും ഇൻഡക്ടർ ആണെങ്കിലും സീരീസിലാണെങ്കിൽ സം ചെയ്യുക, പാരലലിലാണെങ്കിൽ R1R2 / R1+R2 റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ആണെങ്കിലോ L1L2 / L1+L2. പക്ഷേ കപ്പാസിറ്റർ ആണ് നേരെ തിരിച്ചാണ്. കപ്പാസിറ്റർ പാരലലിലാണ് സം ചെയ്യുക, സീരീസിലാണെങ്കിൽ C1 C2 / C1+C2 എന്ന് എഴുതുക കേട്ടോ. ഇത് സിലബസിനകത്ത് ഇല്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സെഷൻ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. റെഫറൻസ് സെയിം തന്നെയാണ്, VK മേത്ത, രോഹിത് മേത്തയ്ക്കകത്തുണ്ട്. ഇല്ലെങ്കിൽ റെജിൻ സാറിൻ്റെ ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഉണ്ട്, ഭയങ്കര സിമ്പിളാണ്. അല്ലെ ജോൺ ബേർഡോ ഭട്ടാചാര്യ എടുക്കാം, അങ്ങനെ അല്ലെ പഴയ BL തെരേജ ഉണ്ട്. ഒരുപാട് ടെക്സ്റ്റ് ബേസിക് ഇലക്ട്രിക്കലിൻ്റെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് ഓർക്കുന്നു. അപ്പം താങ്ക് യു, ഹാപ്പി ലേണിംഗ്.